ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. അതും റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡ് ഏകദേശം കാണാമെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് വെറും 100 മീറ്റർ മാത്രമാണ് ആ കാണുന്ന മെയിൻ റോഡിലേക്കുള്ള ദൂരം. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് എൻഡിൽ 2 വീടുകൾ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് മെയിൻ റോഡാണ്, ബസ് റൂട്ടാണ്. ഈ കാണുന്ന വില്ലകളിലേക്ക് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം ഒരു 8 വില്ലകളോളമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതിനകത്ത് ഇനി ഒരു 2-3 വില്ലകളും കൂടെ മാത്രമാണ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നിലൂടെ. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് 13 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾക്ക് ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെയാണ് പോകണ്ടെങ്കിൽ 14 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ ഏറ്റവും അടുത്ത് വരുന്ന ഹോസ്പിറ്റൽ രാജഗിരിയാണ്. വെറും 4 കിലോമീറ്റർ മാത്രമാണ് രാജഗിരി ഹോസ്പിറ്റലിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രമാണ് മെയിൻ റോഡിനോട് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ നടന്നാൽ ബസ് റൂട്ടിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. എന്തുകൊണ്ട് സൗകര്യമായ സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഗേറ്റ് നിങ്ങൾ കണ്ടു. ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ചെങ്കലിന്റെ ഡിസൈനിലുള്ള കുറച്ച് ടൈലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ്, നമുക്കൊരു അട്രാക്റ്റീവായ രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറയെ ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ, ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ സോഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിണറുണ്ട്. കിണർ വെള്ളം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് കൂടാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് KWയുടെ വാട്ടർ കൂടിയാണ്. വീടിന്റെ മതിൽ നിങ്ങൾ കണ്ടിരുന്നു. വളരെ ഭംഗിയായിട്ട് ടെക്സ്റ്റൈൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ GS സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള കുറച്ച് ഡിസൈനുകളും ലേസർ കട്ട് ഡിസൈനൊക്കെ ആയിട്ടാണ് മതിലിനകത്ത് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിലായിട്ട് ഭംഗിയുള്ള 2 ഷോ ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് വീടിന്റെ അകത്തേക്കുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരെ കടന്ന് വീടിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കവേർഡ് ആയിട്ടുള്ള പോർച്ചിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കവേർഡ് കാർ പോർച്ചിൽ ഒരു വലിയ വാഹനത്തെ ഉൾക്കൊള്ളാവുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇന്നോവ പോലെയുള്ള ഒരു വലിയ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ടോട്ടലി നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 3 കാറുകളെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മൾ നേരെ കയറിയിട്ട് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് മരങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഒരു പ്ലാവുണ്ട്, ആ ഒരു സൈഡിലായിട്ട് മാവുണ്ട്, പേരമരമുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിന് വൃക്ഷങ്ങളൊക്കെ തന്നെ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വച്ച് പിടിപ്പിക്കണമെങ്കിൽ ചെറിയൊരു ലാൻഡ് പോരാ. അപ്പോൾ ഈ കാണുന്ന വീടിന്റെ ലാൻഡ് എന്ന് പറയുന്നത് 5.36 ആണ്. 5.36 സെന്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് കണ്ടാൽ അറിയാം ഭംഗിയായിട്ടുള്ള നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ആ കാണുന്ന ഭാഗം എന്താണ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇവിടുത്തെ വർക്ക് ഏരിയയുടെ പുറത്തുള്ള ഭാഗമാണ് ആ കാണുന്നത്. അത് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പോർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളായിട്ടുള്ള പില്ലറുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ നിറയെ പ്ലാന്റ്സ്, ഭംഗിയുള്ള നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഏരിയയിലാണെങ്കിലും ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല ഒരു ലോൺ ഏരിയ കിട്ടുന്നുണ്ട്. ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് ഇവിടേക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വോള് കണ്ടു. നിങ്ങൾ ഓൾറെഡി എലിവേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ചെങ്കലിന്റെ രീതിയിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നും കണ്ടിന്യൂ ചെയ്തു വരുന്ന വഴി ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള രീതിയിലുള്ള വിട്ടിട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നേരെ നമ്മൾ വീടിന്റെ ലാസ്റ്റ് എൻഡിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നിങ്ങൾക്കൊരു മതില് വിസിബിൾ ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 6 പേരെ വരെ ഇവിടെ ഇരുത്താവുന്ന ഒരു സ്പേസ് സിറ്റ് ഔട്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് സിറ്റ് ഔട്ടിന്റെ ഒരു പോർഷനിൽ ഭംഗിയായിട്ട് മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിലാണ് ചെയ്തിരിക്കുന്നത്.
വീടിന്റെ നേരെ സിറ്റ് ഔട്ടിന്റെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഒരു ഷാൻലിയർ, നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോർ ഈ ഒരു ഭാഗത്തായിട്ട് ഒറ്റ പാളിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനടുത്ത് തന്നെ നമുക്ക് ഇതുപോലൊരു വിൻഡോയും കാണാം. ഈ കാണുന്ന വീടിന്റെ ഡോർ ഫേസ് ചെയ്തിരിക്കുന്നത് വടക്കു ഭാഗത്തേക്കാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഇതിന്റെ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോർ തുറന്ന് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ ചെറിയൊരു വർക്ക് നടക്കുന്നതുകൊണ്ട് ചെറിയൊരു വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട്. അതുകൊണ്ട് ഡോർ ഞാനൊന്ന് അടയ്ക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ലിവിംഗ് റൂം ഇവിടെ കാണാം. വളരെ ഭംഗിയായിട്ടുള്ള മാറ്റ് ഫിനിഷ് ആണ് ഇവിടുത്തെ ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് എന്ന ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യുന്ന ടൈലുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് കളർ വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആക്ച്വലി നമുക്ക് TV യൂണിറ്റ് വരേണ്ടത്. ബട്ട് അവരവിടെ TV യൂണിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെയുള്ള എല്ലാ റൂമുകളിലെയും TV യൂണിറ്റ് ആണെങ്കിലും അതുപോലെ വാർഡ്രോബുകളൊക്കെ ആണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിനകത്ത് പറയുന്ന റേറ്റിനകത്ത് തന്നെ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വാർഡ്രോബുകൾ നമുക്ക് ഓണറുമായിട്ട് ബിൽഡറുമായിട്ട് സംസാരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വരാനുള്ള ഒരു TV യൂണിറ്റ് വരാനുള്ള ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതിന്റെ മുകളിലേക്ക് നോക്കിയാലും കാണാം അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് സീലിംഗിൽ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഡൈനിങ്ങിന്റെ എൻട്രൻസ് ഒക്കെ നോക്കിയാൽ കാണാം ഈ കാണുന്ന വോളുകളുടെ എല്ലാം എഡ്ജില് ഭംഗിയായിട്ട് വുഡൻ ആയിട്ടുള്ള ബീഡിങ്ങുകളാണ് ഇട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് 4 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ഒരു ബെഡ്റൂം താഴെയും 3 എണ്ണം മുകളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. നമുക്കൊരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് ഇവിടെ ഡൈനിങ്ങിലേക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസ് എല്ലാം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു വുഡൻ ഫ്രെയിം ഇട്ട് ചെയ്തിട്ട് അതിനകത്തെല്ലാം തന്നെ ഭംഗിയായിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ താഴെയുള്ള ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം സാധാരണ എല്ലാ വീടുകളിലും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ബിൽഡറായിട്ട് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. വാഷ് ഏരിയ വരുന്നത് ആ ഒരു ഭാഗത്താണ്. ജാഗുവാറിന്റെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. അതിരിക്കുന്നതിനുള്ള ആ ഒരു ടോപ്പ് ഭാഗങ്ങളും സൈഡൊക്കെ ഭംഗിയായിട്ട് നല്ല ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതിന്റെ താഴെയാണെങ്കിലും സ്റ്റോറേജ് ഫെസിലിറ്റി കിട്ടുന്ന രീതിയിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നത് ഈ ഒരു ഭാഗത്താണ്. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് നോക്കിയാൽ കാണാം ഈ ഒരു വോളിൽ നല്ല ഭംഗിയായിട്ടുള്ള 2 വുഡൻ ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നേരെ ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയുള്ള ടൈലിന് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ആ ഒരു മാറ്റ് ഫിനിഷ് വിട്ടിട്ട് ഒരു ഗ്ലോസി ടൈപ്പ് ടൈലാണ് ബെഡ്റൂമിനകത്ത് ഇട്ടിരിക്കുന്നത്. അത് ഓഫ് വൈറ്റിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകൾ ഞാൻ പറഞ്ഞു നമുക്കെല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 4 വിൻഡോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ മിനിമൽ വർക്കുകൾ മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. പുറത്തേക്ക് വെള്ളം ഒന്നും തെറിച്ചു വരാത്ത രീതിയിൽ താഴേക്ക് ഇറങ്ങിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടാണെങ്കിൽ ജാഗുവാറിന്റെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിനകത്തുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ വന്നിട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ വന്നിട്ട് നമുക്ക് ഹാഫ് ഗ്ലാസ്സിലും ഹാഫ് വുഡിലും ഒക്കെ ആയിട്ട് ഇതേ ഒരു മോഡലിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ടൈലിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. വൈറ്റ് തന്നെ കുറച്ച് ഗ്രിപ്പോട് കൂടിയ ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 5ഓ 6ഓ പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് കിച്ചണിൽ കിട്ടുന്നത്. വളരെ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഉള്ള ഒരു കിച്ചൺ ആണ്. ഈ കിച്ചണിന്റെ അതേ വലുപ്പത്തിനനുസരിച്ച് തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സിന് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മൾട്ടിവുഡിൽ ആ ഒരു PVC കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഗ്ലോസി ആയ രീതിയിലാണ് ഇതിന്റെ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളറാണ് മെയിൻ ആയിട്ട് കളർ വന്നിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ബാക്കിയുള്ള ഏരിയയിലെല്ലാം വന്നിട്ട് ബ്ലാക്ക് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് അവിടെ കാണാം. ചിമ്മിണി ചെയ്തിട്ടുണ്ട് ഫൈബറിന്റെ. അതുകൂടാതെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ഗ്യാസ് സ്റ്റൗ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അവിടെയാണെങ്കിലും ടൈല് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ വീടിനകത്തേക്ക് കയറിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു വർക്ക് ഏരിയയുടെ ആ ഒരു പോർഷനാണ് ഈ കാണുന്നതെന്ന്. നമുക്ക് അകത്ത് നിന്ന് നോക്കിയാൽ എല്ലാം പുറത്തേക്ക് വിസിബിൾ ആണ്.
പക്ഷെ പുറത്തു നിന്ന് നോക്കിയാൽ നമുക്കിത് വർക്ക് ഏരിയ ആണെന്നുള്ളത് മനസ്സിലാവില്ല. കംപ്ലീറ്റ് ആയിട്ട് സൈഡുകളൊക്കെ പോളി കാർബൺ ഷീറ്റ് ഇട്ടും മുകളിൽ കംപ്ലീറ്റ്ലി ഷീറ്റ് ഇട്ടൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും ഒരു കിച്ചൺ സ്ലാബും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 വുഡൻ ഷെൽഫുകൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫിനകത്ത് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. നേരെ തന്നെ നമുക്ക് 3 വിൻഡോസ് വിസിബിൾ ആണ്. നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് കടക്കാനായിട്ട് ആ വിൻഡോസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മാറ്റ് ഫിനിഷോട് കൂടി ആ സെയിം ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ ഹാളാണ്. നമുക്ക് ഇവിടെയാണ് TV യൂണിറ്റിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാവുന്ന ഒരു വോള് കിട്ടുന്നത്. ഓൾറെഡി പവറിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കി വരുന്ന TV യൂണിറ്റിന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ പുറത്തുള്ള ആ ഒരു ഗ്രീനിഷ് വ്യൂ ഒക്കെ കാണാം. അപ്പൊ നിങ്ങൾക്ക് വരാവുന്ന ഒരു ഡൗട്ടാണ്, ഇത് ഫ്ലഡ് എഫക്റ്റഡ് ആയ ഏരിയ ആണോ എന്ന്. 100% നമ്മൾ പറയുകയാണ് ഇവിടെ ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയ ആണ്. ബിക്കോസ് ഇതൊക്കെ കാക്കനാട് സൈഡ് നിങ്ങൾക്ക് അറിയാം ഹില്ലി ഏരിയാസ് ആണ്. ഇവിടെ ഒന്നും തന്നെ വെള്ളത്തിന്റെ യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. വെള്ളം കിട്ടുന്ന പ്രദേശവുമല്ല, അതേസമയം നമുക്ക് നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഏരിയ കൂടിയാണ്. ഈ ഒരു ഹാളിന്റെ മുകളിൽ നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും റൂഫിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കയറി വന്നത്. നമ്മളിവിടെ താഴെ ഒരു ബെഡ്റൂം കണ്ടു. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ 1 by 1 ആയിട്ട് ഓരോ റൂമുകളായിട്ട് കണ്ടുപോകാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ കണ്ടതുപോലുള്ള ഇതുപോലുള്ള ഒരു വുഡൻ ഓപ്പൺ ഷെൽഫ് നമുക്ക് വിസിബിൾ ആണ്. അതിനകത്തൊക്കെ ലൈറ്റ് ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂമിന്റെ ഡോറുകളുടെയൊക്കെ പാറ്റേൺ വരുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ താഴെ കണ്ടതുപോലെ തന്നെ ആ ഒരു ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4 വിൻഡോസ് കോർണർ ഭാഗത്തായിട്ട് കാണാം. ഇതിന്റെ റൂഫിൽ നോക്കിയാലും അത്യാവശ്യത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വാർഡ്രോബുകളെല്ലാം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു ഡബിൾ കോട്ട് ഇട്ടാൽ പോലും വീണ്ടും സ്പേസ് കിട്ടുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നമ്മൾ ഇവിടുത്തെ 4 ബെഡ്റൂമുകളിൽ ഇപ്പോൾ 2 എണ്ണം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 2 എണ്ണവും കൂടെയാണ് കാണാനുള്ളത്. നമ്മൾ നേരെ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇനി റൈറ്റ് സൈഡിലേക്ക് 2 ഡോറുകളായിട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത്. നമുക്കപ്പോൾ മുകളിലത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഡോറുകളുടെയൊക്കെ പാറ്റേൺ എല്ലാം യൂണിഫോം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണെങ്കിൽ കൂടി നമുക്കൊരു സിംഗിൾ കോട്ട് ആയിരിക്കും ഇവിടെ ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാം. ഇതിന്റെ റൂഫിലും അത്യാവശ്യത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാത്റൂമിലൊക്കെ ടൈലുകളുടെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമും തന്നെയാണെങ്കിലും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഡോർ ഉണ്ട്. ആ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ഈ കാണുന്നതാണ് ആ ഡോറ്. നമുക്കിവിടെ ചെറിയൊരു വോയിസിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട്. തൊട്ടടുത്ത വീട്ടിൽ ടൈല് കട്ട് ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. ബാൽക്കണി വന്നിട്ടാണെങ്കിൽ നമുക്ക് 2 പോർഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷൻ വന്നിട്ടാണെങ്കിൽ ഇതുപോലെ ഒരു റെഡ് കളറിലുള്ള ടൈലും മറ്റേ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ഏരിയ വന്നിട്ട് വേറൊരു ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് തന്നെയാണ് മെജോറിറ്റി ഏരിയാസും കവർ ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന ഏരിയകളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ വലിയൊരു ബാൽക്കണി സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു പോർഷൻ ബാൽക്കണിയുടെ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വന്നിട്ട് നമുക്ക് സൺലൈറ്റും റെയിനും ഒക്കെ കിട്ടുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് ലൈറ്റ് നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബെഡ്റൂം അങ്ങനെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 4th ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും ആ ഒരു ഹാളിലേക്ക് തന്നെയാണ് വരുന്നത്. അവിടെ നിന്ന് തുറക്കുന്ന ഒരു ഡോർ കൂടിയുണ്ട്. ഇത് ഇവിടുത്തെ ഫൈനൽ ബെഡ്റൂം ആണ്. ഈ ഒരു റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് ഇതൊരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ചെറിയ കട്ടിലിടാൻ സെർവന്റ് റൂം ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്.
ഇതിന്റെ നമുക്ക് വാർഡ്രോബ് ഒക്കെ ചെയ്യാനായിട്ട് ഇവിടെ സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ശരിക്കും പറഞ്ഞാലുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പാസേജ് പോലെ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാം. നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സിംഗ് ടേബിളൊക്കെ ആ ഭാഗത്ത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂമിനകത്താണെങ്കിൽ നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകളുടെ കളർ കോമ്പിനേഷൻ ഒക്കെ എടുത്തു പറയേണ്ടതാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയ രീതിയിലുള്ള കളേഴ്സ് മാത്രമാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ ഒരു റൂമിൽ നിന്ന് തുറക്കുന്ന ഈ ഒരു ഡോറ് വരുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആയിട്ടാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് കവർ ചെയ്തെടുക്കണം. അത് നമുക്ക് ഇതിന്റെ ബിൽഡറുമായിട്ട് സംസാരിച്ചിട്ട് നമ്മളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയ ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. റോഡ് സൈഡിലായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8 വില്ലകളോളം വരുന്ന വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റ് 2 വീടുകൾ കൂടി നമുക്ക് ഇവിടെ സെയിൽഡായിട്ടുള്ളതാണ്. സോൾഡ് ഔട്ട് ആയ വീടുകളിൽ ഓൾറെഡി ആളുകൾ താമസമായതാണ്. നമുക്ക് നല്ല നൈബേഴ്സിന് കിട്ടുന്ന ഏരിയയാണ്. നമുക്ക് ഇവിടെ നിന്ന് 100 മീറ്റർ മാത്രം നടന്നു കഴിഞ്ഞാൽ ബസ് റൂട്ടിലേക്ക് എത്താവുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 4 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. അതുപോലെ ഇൻഫോ പാർക്കിലേക്ക്, കാക്കനാട്, ഇടപ്പള്ളി ഭാഗങ്ങളിലേക്കൊക്കെ വെറും 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചാൽ എത്താം. എയർപോർട്ടിലേക്ക് വെറും നമുക്ക് 22 മിനിറ്റ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുകൊണ്ട് NRIസിലും എന്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മാർബിൾ ഹോംസിലൂടെ കാണിക്കുന്ന ഈ വീട് മാത്രമല്ല, എല്ലാ വീടുകളും നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയോട് കൂടി തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലോൺ പർച്ചേസ് ചെയ്യണമെങ്കിലും ലീഗൽ ഒപ്പീനിയനും എല്ലാത്തിനും തീർച്ചയായിട്ടും ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ വീടിന്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. 5.36 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5.36 സെന്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2350 ആണ്. 2350 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ടോട്ടലി ഇതൊരു 4 BHK ഹൗസ് ആണ്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നല്ലൊരു കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടർ കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. എന്തുകൊണ്ടും കാമാൻ ക്വയറ്റായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമുക്കിനി പറയുന്നത് ഇതിന്റെ റേറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1 കോടി രൂപ എന്നുള്ള പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 1 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇതിനകത്തുള്ള വാർഡ്രോബ്സുകളെല്ലാം തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന 1 കോടി രൂപയ്ക്കകത്ത് നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് വാർഡ്രോബുകളെല്ലാം ബിൽഡറുമായിട്ട് സംസാരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റോഡ് സൈഡിൽ ഇത്ര അടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിനകത്ത് നമുക്ക്, നിങ്ങൾ തിരക്കുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും റീൽസും ഷോർട്സും ഒക്കെ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് മറക്കാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മനോഹരമായ വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.